ഒരച്ഛൻ കണ്ട സ്വപ്നങ്ങൾ നടന വിസ്മയം തീർത്ത് യാഥാർത്ഥ്യമാക്കിയ മകളെക്കുറിച്ചാണ്. നൃത്തത്തോടുള്ള ഇഷ്ടത്താൽ 3 പതിറ്റാണ്ടായി കലോത്സവ വേദികളിൽ നിന്ന് കലോത്സവ വേദികളിലേക്ക് യാത്ര ചെയ്യുന്ന അച്ഛൻ ഇപ്പോൾ കലോത്സവത്തിനെത്തുന്നത് നർത്തകിയായ മകളുടെ കൈപിടിച്ചാണ്. യമുനാ നദിക്ക് ശ്രീകൃഷ്ണനോട് തോന്നുന്ന പ്രണയം, സങ്കടം, വിരഹം, ഒരു പുഴ പോലെ ഒഴുകുന്ന മോഹന നടനം വേദിയിൽ. ആ ഭാവലാസ്യ നടനത്തിനൊപ്പമൊഴുകി ഇതാ സദസ്സിലൊരാൾ. തിരശീല താഴ്ന്നപ്പോൾ വേദിക്ക് പിന്നിലോടിയെത്തി നിറഞ്ഞ കണ്ണുകളോടെ മകളെ ചേർത്തു നിർത്തി. നൃത്തത്തോടുള്ള പ്രണയത്താൽ വൈക്കം സ്വദേശി അനന്തു സുധീഷ് 1997 എറണാകുളം കലോത്സവ വേദിയിലാണ് ആദ്യമെത്തിയത്. പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു കലോത്സവവും മുടക്കിയിട്ടില്ല. 28 കലോത്സവങ്ങളും 3000-ലധികം കലോത്സവ മത്സരങ്ങളും നേരിട്ട് കണ്ടു. വിവാഹം കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചത് ഒന്നു മാത്രം, ഒരു മകൾ വേണമെന്ന്, നർത്തകിയായി വളർത്താൻ. 2008 മകൾ പിറക്കുമ്പോൾ കൊല്ലത്ത് സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ട വേദിയിലായിരുന്നു. അഞ്ജലി കൃഷ്ണ എന്ന് പേരിട്ടു. മകളുടെ നോട്ടത്തിലും നടപ്പിലും ഇരിപ്പിലും ഭാവത്തിലുമെല്ലാം കണ്ടത് നൃത്തമൊന്നു മാത്രം. മോള് ജനിക്കണത് ഒരു കലാകാരിയായിട്ടാണെന്ന് ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പമുണ്ട്. അപ്പം മോള് നടക്കുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെയല്ല സീത നടക്കണത്, രാധ നടക്കണത്, ദമയന്തി നടക്കണത് എന്ന് ഞാൻ പറയും. അതായത് കരയുമ്പോൾ പറയും, അയ്യോ സീത ഇങ്ങനെ കരയില്ല. അപ്പോൾ എൻ്റെ മോള് കരയുമ്പോൾ, മോള് ചിരിക്കുമ്പോൾ, മോള് നടക്കുമ്പോഴൊക്കെ എൻ്റെ സങ്കല്പത്തിൽ പുരാണത്തിലെ ഓരോ കഥാപാത്രങ്ങളാണ് ഞാൻ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ അനന്തു ജീവിതത്തിലെ സമ്പാദ്യത്തിലേറെയും ചെലവഴിക്കുന്നത് മകളെ നൃത്തം അഭ്യസിപ്പിക്കാൻ. ഭരതനാട്യവും മോഹിനിയാട്ടവും അഭ്യസിച്ച അഞ്ജലി കൃഷ്ണ 3 വർഷം മുമ്പ് ആദ്യമായി ചിലങ്കി കെട്ടി കലോത്സവ വേദിയിലേക്ക് കയറിയപ്പോൾ ജീവിതാഭിലാഷം നേടിയ സന്തോഷത്തിലായിരുന്നു ഈ അച്ഛൻ. അത് കലയെ അത്രയേറെ പ്രണയിച്ചു. ഞാൻ ഈ കലോത്സവത്തെ പ്രണയിച്ചു. പ്രണയമാണ് ശരിക്കും എനിക്ക് ഇപ്പോൾ കലോത്സവത്തോട്. കഠിന പ്രയത്നം ചെയ്ത് നൃത്തത്തിനായി യാത്ര ചെയ്യുന്ന അച്ഛനു വേണ്ടിയാണ് തന്റെ ചുവടുകളെന്ന അഞ്ജലി കൃഷ്ണ. 5 വയസ്സിൽ ആണ് ആദ്യമായിട്ട് കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ 10-12 വർഷത്തെ കഷ്ടപ്പാടാണ്. അന്നേ അച്ഛൻ സ്വപ്നം കണ്ട വേദിയായിരുന്നു ഇത്. പക്ഷേ ആദ്യ സമയങ്ങളിൽ അച്ഛൻ കണ്ട സ്വപ്നം എനിക്കതറിയില്ല, ചെറുപ്രായമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ ഒപ്പം ഞാൻ സ്റ്റേറ്റ് കലോത്സവം അച്ഛൻ്റെ ഒപ്പം 3 കൊല്ലം വന്ന് കണ്ടിരുന്നു. അതെല്ലാം അച്ഛൻ കാണിച്ചത് ഈ ഒരു വേദിയിൽ ഞാൻ എത്തണമെന്ന് സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് അന്ന് കണ്ടത്. അന്ന് പണ്ട് തൃശ്ശൂർ കലോത്സവം നടന്നപ്പോൾ ഞാനൊരു കാഴ്ചക്കാരിയായിട്ട് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ തൃശ്ശൂർ കലോത്സവത്തിൽ കളിച്ചവസാനിപ്പിക്കാൻ പറ്റി എൻ്റെ കലോത്സവ ജീവിതം. അത്രമേൽ ആഗ്രഹിച്ചാൽ, അത്രമേൽ ആത്മസമർപ്പണം ചെയ്താൽ സാധ്യമാവാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്ന് തെളിയിക്കുന്നു ഈ അച്ഛനും മകളും. കലാവഴിയിൽ മുന്നോട്ട്. കലയോടൊടുങ്ങാത്ത അഭിനിവേശവുമായി ഒരച്ഛൻ നടന്നു തീർത്ത വഴികൾ. ആ വഴിയിൽ തൂവിയ വിയർപ്പിൽ നനഞ്ഞ ആടയും ആഭരണങ്ങളും അണിഞ്ഞ് മകൾ അച്ഛനായി കാത്തുവച്ചതാണ് ഈ നടനം. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.